പണ്ട് നമ്മളൊരാളെ കൊന്നിട്ടില്ലേ കളിശാപ്പിന് എടുക്കുന്നു മാടപ്പടിയ പണ്ട് എത്രയോ കൊല്ലം ഒരു ഒരാളെ കൊന്ന സ്ഥലമുണ്ട് കുറേ സ്ഥലമാണ് സൈക്കിൾ മിസ്സിങ് ആയി വിട്ട് ഇവനാണ് വിട്ട് അന്നേരം ഒരു വണ്ടി ഉണ്ടെന്നു. അപ്പോൾ ഞാൻ ഇവനോട് സിനോജിനോട് പറഞ്ഞാൽ പയ്യ പോയി കിട്ടിക്കഴിഞ്ഞാൽ അല്ല ഒന്നും നോക്കണ്ട, നമുക്ക് എന്ത് പ്രശ്നമായി കഴിഞ്ഞാൽ ഇതാക്കണ്ട, അതൊന്നും പ്രശ്നമൊന്നും ആവില്ല, അങ്ങനെ ഇങ്ങനെ ഞാൻ ഏറ്റെടുത്തോളൂ, അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ വിട്ട് ഒരാളൊരു ബൈക്ക് നോക്കി ഒരു ബൈക്ക് നോക്കി എൻ്റെ ഒരു കാറ് 2 കൂടുകളുണ്ട് അന്നേരം. ഞാൻ 2 കൂടുകൾ എടുത്തു. ഞാൻ സാധനമൊന്നുമില്ല. അപ്പോൾ പിന്നെ വന്ന് ഇവനെ ബൈക്കും കയറി 4 ആളും കയറി ബാക്കിൽ ഇരുന്ന് 3 ആൾ അട്ടിക്കിരുന്ന് അല്ലല്ല ഞാൻ ബാക്കിലായിരിക്കുന്നത് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ബാക്കി ഷിനോജ് ഓടിക്കുന്ന മുമ്പിൽ എങ്ങനെ അട്ടിക്കിട്ട് വിട്ട് ഇവൻ സൈക്കിൾ അടിച്ചു കൊണ്ട് ടെമ്പിളിൽ കയറ്റി ടെമ്പിൾ കഴിഞ്ഞ് ടെമ്പിൾ ഗേറ്റ് കഴിഞ്ഞ് ഇപ്പം മുമ്പോട്ട് പോയി നമ്മൾ കാണുന്നു. കുറച്ച് അങ്ങോട്ടത്ത് നമുക്ക് ഇവനെ കിട്ടി. അങ്ങനെ ഇവൻ്റെ വണ്ടീൻ്റെ മുമ്പിൽ ഇവൻ കയറ്റിയപ്പോൾ ബാക്കിൽ നിന്ന് ഞാൻ തുള്ളി വിട്ടേന്നറിയാം. ഇവൻ്റെ ഭയങ്കര ആളവൻ ചാപ്പിട്ട് നല്ല പറഞ്ഞാൽ എൻ്റെ ഇതെന്ത് ചാപ്പിട്ട് കാല് വരുന്നതാണെന്നുണ്ടേ. ഈ തുള്ളി അപ്പോൾ തന്നെ ഇവനെ സൈക്കിളാളിട്ട് പായാൻ തുടങ്ങി. പാഞ്ഞ് പിടിച്ചിവൻ ഒരു വലിയൊരു വീട്ടിൽ നിന്ന് ഗേറ്റ് ഉണ്ട്, ഗേറ്റ് പിടിച്ച് ഇവൻ ചാടുക നോക്കി. അപ്പോൾ അത് സംഭവം കഴിഞ്ഞു. ഗേറ്റ് ഇവൻ ആ പിടിച്ച പിടുത്തം തന്നെ, ഗേറ്റ് ഇങ്ങനെ പിടിച്ചിട്ടില്ലേ ആ പിടുത്തം പിന്നെ ആ നിത്തം തന്നെയാണ് നടന്നപ്പോൾ വീഴുന്നത്. അല്ലുണ്ട് 2 ദിവസം ഉണ്ട്. അപ്പൊക്ക് ഒരു കൂടുകളുണ്ട് പ്രമീഷനായി അതപ്പോഴും പറഞ്ഞു അതിനെ കൊണ്ട് ഒരു കൊത്താറ്റം കുത്തി തോന്നുന്നു. അടിക്കുന്നതല്ലേ ബേജാറല്ലേ ഇവനല്ലോ. നമ്മളിങ്ങനെ വിചാരിച്ച പരിപാടിയല്ലേ ഇത്. കൃത്യമായിട്ട് ഓനോ ഒരു സംഭവത്തിൽ ഫസ്റ്റ് കൂട്ടിക്കൊണ്ടല്ലേ ഒരു ജീവിതത്തിൽ ഓൻ ആദ്യമായിട്ട് ഒരു കൊത്തു കുത്തിയതാണ്. അതിനുശേഷം പിന്നെ ഒരു പരിപാടിക്ക് നമ്മൾ അന്നത്തോട് വിട്ടിന് പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞ് ഇവ പിടിച്ചെടുക്ക തന്നെ പിടുത്തു. അങ്ങനെ വീണ് വണ്ടി ഷാട്ടാക്കി മുമ്പോട്ട് എടുത്തിന്. പിന്നെയും ഡൗട്ട് ഞാൻ പിന്നെയും തിരിച്ചിറങ്ങി പിന്നെയും പോയാൽ പിന്നെയും ഒന്നുകൂടി തലക്ക് പിന്നെ ഒരു കൊത്തും കൂടി കിട്ടി. അപ്പോൾ പിന്നെ നമ്മൾ ഷാട്ടാക്കിയിട്ട് എടുത്ത് നേരെ വിടുന്ന തിലാട്ടറിയാം. ഷിനോജിനെ തട്ടി വണ്ടി എടുത്ത് ഞാൻ പ്രവേശിച്ചു എല്ലാം ഈ സാധനത്തിനാണല്ലേ. അപ്പം അങ്ങനെ വിട്ട് ഇവൻ പ്രമീഷിന് ഒരു ചെറിയൊരു കൂടുകളാണ് പച്ചിരി പോലത്തെ അതപ്പോഴും വളഞ്ഞു കഴിഞ്ഞു. പിന്നെ ഓനെ ആക്റ്റീവ് ഞാനും പ്രതീക്ഷയും കൂടി മേനക്കെട്ട് പിടിച്ച് നമ്മൾ വിട്ട് തിലാട്ടിനോട് ഒരു സംഭവം തിലാട്ടം തെറ്റാൻ മുതൽ പണിയെടുത്ത് അപ്പോൾ സാധനം എടുത്ത് ചാലക്കര വയലിൽ കൊണ്ട് ചളി കൊണ്ട് കൂട്ടി സംഭവം പേപ്പറിൽ ഔട്ടായി. നല്ല ഇതായി പ്രശ്നങ്ങൾ ഇങ്ങനെ വരെയാൻ തുടങ്ങി. മറ്റേ 2 ചങ്ങായിമാർ ഷിനോജ് പിറ്റേ ദിവസം പനിച്ചിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഷിനോജിന് പനിയും പറയും പിച്ചിയും പേരും പറയണത്. ഞാൻ പറഞ്ഞ വേഗം പോയിട്ട് ഓനെടുക്കുന്നു ചലച്ചിട്ടുണ്ടെങ്കിൽ ഓനെ അടിച്ച് പല്ല് വെച്ച് കളഞ്ഞു. എന്നെ കൊണ്ട് അവിടെ നിർത്തിച്ച് ഇവനെ നല്ല അവിടെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ട്. പിന്നെ ഇവരെ കൊണ്ടുള്ള ശല്യമായി. ഇവർ 2 ആളും അടിയിടെല്ലാം പോയിട്ട് വീരവാദം പറയാൻ തുടങ്ങി. നമ്മളത് കഴിഞ്ഞ് പിന്നെ ആ ഭാഗം വിട്ട് ഒന്നും വേണ്ടി അനങ്ങാണ്ട് നമ്മൾ ഇവർ ഓരോ ദിവസം വരുന്ന പേപ്പറും രാഷ്ട്രദീപിയിലെടുത്ത് എൻ്റെ വീട്ടിൽ പനി വരിക. മറ്റേ ചങ്ങായി പ്രമീഷ് വിശേഷടാ ഫ്ലാഷിൽ നിന്ന് ഞാൻ അവിടെ പോയാൽ ചങ്ങായി ചിലക്കാണ്ട് ഇവനെ കൊണ്ട് ഇവ മായിന്നേ വരൂ ഇതിനായിട്ട് ഇവനെ ലാസ്റ്റ് ഒഴിവാക്കല. ഞാൻ പറഞ്ഞു ഇനി ഏരിക്കും ഞാൻ പറഞ്ഞു ഇനി ഈ കയറും മറ്റേ ചെമ്പറ ബോർഡറിൽ ഇന്നെ കാണാം. ഇനി എൻ്റെ പണിക്കോ ഞാൻ എൻ്റെ പണിക്കോ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഘടന സംഭവം എങ്ങനെയോ അറിഞ്ഞിട്ടൊരു സാധനം ഒളിപ്പിച്ച് ഒളിപ്പിച്ചിട്ട് അജേട്ടൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചിങ്ങനെ. അപ്പോൾ കേസ് തിരിഞ്ഞ് കുറേ പരിപാടി കാര്യം. അപ്പോൾ സംഘടനക്ക് ആത്മവിശ്വാസം കൂടി സംഘടന വന്ന് നിങ്ങൾ ഈ സംഭവമായിട്ടൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ വിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ആൾക്കാർ ഓരോ എങ്ങനെയാണ് പറഞ്ഞത്. പോയം സൈറ്റെല്ലാം അറിഞ്ഞു. ഈ ഷിനോജ് പോയ സൈത്തും ലെജിസ്ലേറ്റെല്ലാം ഉണ്ടോ അവരോട് പറഞ്ഞു ഈ എങ്ങനെയാണ് ഈ സംഭവം മാടപ്പുഴ കംപ്ലീറ്റ് ലീക്കാണ്. മാടപ്പുഴയിലെ ടീം നമ്മളെ ചെമ്പറ ചെറിയ പിള്ളേർ ഒരു കമ്പനിയുണ്ട്. ഇത് പിള്ളേരോട് പറഞ്ഞു. അങ്ങനെ പിള്ളേർ അറിഞ്ഞു എങ്ങനെയാണ് ഈ സംഭവം ലീക്കായത്. സംഭവം ലീക്കായെന്ന് വെച്ചാൽ നമ്മളാൾക്കാർക്ക് അറിയാമെന്ന് എനക്കും ആദ്യം അറിയാം. അതിനോട് പറഞ്ഞു നമ്മളൊരു ആൾക്കാർക്ക് അറിയാം. അവർ നമ്മളെ മാക്സിമം അറിയാം. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ലീക്കായെന്നത് ഇപ്പോൾ ലീക്കായി. ഈ മാനൂര പ്രശ്നങ്ങളും ഇതെല്ലാം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡായ സമയത്ത് ഒരുവിധ സംഭവങ്ങൾ ലീക്കാരം ശരിക്ക് ഉറടലെത്തി. കാരണം ഈ സംഭവമല്ലോ അശോട്ടനെല്ലാം അറിയാം. കാരണം പാനൂർക്കാരും ബന്ധപ്പെട്ടിട്ടും നമ്മളൊരിതും അന്നേരമുള്ള നേതാക്കന്മാരെല്ലാം ഈ സംഭവത്തിനെ ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മേലെ എന്ത് പ്രശ്നം വന്നാലും പ്രശ്നങ്ങൾ പ്രശ്നം ഉണ്ടാക്കണം ഇത് അതിനൊരു സൂചനയായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ഉറപ്പാണ്. കാരണം പെട്ടെന്നൊരു പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒരുപോലെ നിൽക്കേണ്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ ലീക്കായത്. ആ സംഭവം അങ്ങനെ ലീക്കായി എല്ലാം ലീക്കായി. കിട്ടിയ റിപ്പോർട്ട് പാനൂരിൽ എല്ലാം ലീക്കായി. അവസാനം നടന്ന ഇവിടുത്തെ കണ്ണമുത്തുള്ള പവിത്രൻ്റെ പണി വരെ ലീക്കാണ് നടന്നത്. ഒരു സംഭവത്തിൽ പിടിക്കുന്നില്ല. എത്ര കേസ് കിടക്കേണ്ടിരുന്നറിയാം. 3-5 കേസ് കിടക്കേണ്ടി. കണ്ണൂർ ജില്ലയിൽ പിന്നെ ഇറങ്ങേണ്ടി വരില്ല, വിടുന്നതല്ലേ. ഇപ്പോൾ പവിത്രൻ്റെ പന്തകളെ സംഭവം ജിജേഷിൻ്റെ ഇത് എത്ര കേസ് എല്ലാ സംഭവം എല്ലാത്തിലും പിടിച്ചിടൂലേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ. പ്രശ്നമല്ലേ സംഭവം. അപ്പോൾ ഫോണെപ്പോൾ ശ്രദ്ധിക്കണം മോനെ. നമ്മൾ അറിയാണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുക
ഇത് സാധനം ടച്ച് വന്ന് അറിയാണ്ടായിരിക്കും ഞെങ്ങിപ്പോയിട്ട് നമ്മൾ ഈ പറയുന്നതെല്ലാം ഓനായിരിക്കും കേൾക്കുന്നുണ്ട്. കട്ടയും പട്ടവും അതുപോലെയാണ് മടങ്ങും. ചേട്ടൻ പറഞ്ഞ കട്ടയും ഉണ്ടാവില്ല പട്ടവും ഉണ്ടാവില്ല. എൻ്റെ മൂപ്പര് പിന്നൊന്നും മാത്രമേ എൻ്റെ അനുഭവിക്കുക കൊണ്ടുപോകണം. എന്താ പറയുക, ഇത് ഭയങ്കര ടെൻഷനായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ. ഞാൻ പ്രതീക്ഷയോട് പറഞ്ഞിട്ട് ഒരു പണി ചെയ്താലോ, ഒരു കണക്കിന് അന്ന് തന്നെ പിടിച്ചാൽ മതി മോനെ. അതുപോലെ ഉള്ളിൽ പോയിട്ട് തൽക്കാലം ഇറങ്ങിയിട്ട് വന്നു. ഇതിപ്പോൾ എന്ന് വെച്ചാൽ കല്ലങ്ങ ചോളക്കൂട്ടിയൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് പോയി തങ്ങാൻ പറ്റില്ല. ഇതാരാ ഇടുന്നുള്ള പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ മറ്റേത് നമുക്ക് പിന്നെ ഒരു ടെൻഷനില്ല. നമ്മളത് വിചാരിച്ച് നടന്നെങ്കിൽ ഇതിപ്പോൾ പോലീസ് ഇപ്പം ആരെങ്കിലും വന്ന് വിളിച്ച് പോലീസിനും ഇതിപ്പം പ്രശ്നം വെച്ചാൽ പോലീസ് വേണം ഓര് നോക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ വേറെ റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ NDF സംബന്ധിച്ചിടത്തോളം NDF ഇതൊരിക്കലും വിശ്വസിച്ചിട്ടില്ല ഈ സംഭവം. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ സംഘം പറയാനുള്ള കാരണം വെച്ചാൽ ഒന്നാമത് ഇപ്പം കേന്ദ്രം BJP ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണെന്ന് പറഞ്ഞത് പ്രശ്നമാക്കണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതും എൻ്റെ അടുക്കൊന്നും ഡയറക്റ്റ് വന്നിട്ടില്ല, വേറെ മുഖാന്തരം ശ്രദ്ധിക്കണം പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം ഞാനിവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് ശശിയേട്ടനാണ്. അപ്പോൾ വന്നാൽ അറിയില്ല ശശിയേട്ടൻ. അപ്പോൾ ഷിനോജിനെ വിളിച്ചുകൊണ്ട് മാറിക്കോ, ബാക്കിയാരും ഇവിടെ നിങ്ങളെ ഇടയിലും പ്രമീഷ് ഇവിടെ വിട്ടിട്ട് കുറേ കാലമായി കൊല്ലാണ്ട് താമസിക്കുന്നു. ഷിനോജിനെ അങ്ങനെ ശ്രദ്ധിക്കില്ല.